സമരത്തിന്റെ ധാർമ്മികതയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത് ആരാണ്? മട്ടന്നൂരിൽ നിരപരാധികളെ ചുട്ടുകൊന്നവരും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വാഴ വെച്ചവരും. ഇവർക്ക് യൂത്ത് കോൺഗ്രസിനെ പഠിപ്പിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? അക്രമ രാഷ്ട്രീയത്തിന്റെ ആചാര്യന്മാരായി വാഴുന്ന CPM-നും അവരുടെ വിജയനിസം തലയ്ക്ക് പിടിച്ച അടിമക്കൂട്ടങ്ങൾക്കും രാഹുൽ മാങ്കുട്ടത്തിൽ നൽകിയ മറുപടി ഇപ്പോൾ കേരളം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ്. വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ഇത്, മറിച്ച് കാലങ്ങളായി CPM നടത്തി വരുന്ന അക്രമങ്ങളുടെയും ഇരട്ടത്താപ്പിന്റെയും മുഖം മൂടി വലിച്ചു കീറുന്ന ഒരു രാഷ്ട്രീയ രേഖയാണ്. രാഹുൽ മാങ്കുട്ടത്തിലിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ CPM-ന്റെ ചോര പുരണ്ട ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ പ്രിയ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്ത് അവിടെ വാഴ വെച്ചപ്പോൾ CPM-ന് എവിടെയായിരുന്നു ധാർമ്മികത? മട്ടന്നൂരിൽ ബസ് കത്തിച്ച് 4 നിരപരാധികളെ പച്ചയ്ക്ക് ചുട്ടുകൊന്നപ്പോൾ നിങ്ങളുടെ വിപ്ലവ വീര്യം എവിടെ പോയി? MV രാഘവനോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് തീയിട്ട് ആ മിണ്ടാ പ്രാണികളെ പോലും ചുട്ടുകൊന്ന ക്രൂരത മറക്കാൻ മലയാളികൾക്ക് കഴിയില്ല. വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിന് ജീവനോടെ ശവകുടീരം ഒരുക്കിയവരും മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചവരും ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ചെകുത്താൻ വേദമോതുന്നത് പോലെയാണ്. ഏറ്റവും ക്രൂരമായ സംഭവം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ കാർ ആക്രമിക്കുകയും അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്തത് ഇതേ CPM ഗുണ്ടകളാണ്. ജനകീയനായ ഒരു നേതാവിനെ ശാരീരികമായി ഇല്ലാതാക്കാൻ നോക്കിയവർ ഇന്ന് യൂത്ത് കോൺഗ്രസിനെ സമരമുറകൾ പഠിപ്പിക്കാൻ വരേണ്ടതില്ല. യൂത്ത് കോൺഗ്രസ് എന്നത് വിജയൻ ഫാൻസ് അസോസിയേഷൻ അല്ല എന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചതിന് എതിരെ ധാർമ്മിക രോഷം കൊള്ളുന്ന സാംസ്കാരിക അടിമകൾ ചില സത്യങ്ങൾ കാണുന്നില്ല. ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ട് ഈ കേരളത്തിൽ എത്ര മനുഷ്യരാണ് ഓരോ ദിവസവും കൊല്ലപ്പെടുന്നത്? ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന ആള് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചപ്പോൾ ഈ സാംസ്കാരിക നായകർ എവിടെയായിരുന്നു? വയറ്റിൽ കത്രിക മറന്നു വെച്ച് തുന്നിക്കെട്ടിയപ്പോൾ ആ പാവം സ്ത്രീ അനുഭവിച്ച വേദന കാണാൻ നിങ്ങളുടെ കണ്ണിലെ രാഷ്ട്രീയ തിമിരം സമ്മതിക്കുന്നില്ലേ? ചികിത്സാ പിഴവ് കൊണ്ട് കൈ ഒടിഞ്ഞു വന്ന കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോൾ ഈ ഭരണകൂടം എന്തെടുക്കുമായിരുന്നു? ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിലെ റീത്ത് കാണുമ്പോൾ പൊള്ളുന്നവർക്ക് ഈ മന്ത്രിയുടെ അനാസ്ഥ കൊണ്ട് നെഞ്ചിൽ റീത്ത് വെക്കേണ്ടി വന്ന 100 കണക്കിന് മനുഷ്യരുടെ വേദന മനസ്സിലാകില്ല. ആ തിമിരം മാറാൻ AKG സെന്ററിലെ ക്യാപ്സ്യൂളുകൾ മതിയാകില്ല എന്നും രാഹുൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുമെന്നോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര തടയുമെന്നോ പറഞ്ഞ് വിരട്ടാൻ നോക്കണ്ട. ഇതൊന്നും കണ്ട് ഭയക്കുന്നവരല്ല കോൺഗ്രസിന്റെ പോരാളികൾ. അധികാരം പോകാറായപ്പോൾ കിട്ടുന്നതെല്ലാം ലാഭമെന്ന് കരുതി ബാർ മുതലാളിമാരെ സഹായിക്കാനും അഴിമതി നടത്താനും സമയം കണ്ടെത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളുടെ ഈ പ്രതിഷേധം നേരിടാൻ തയ്യാറായിക്കൊള്ളുക. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരായ മുഖ്യമന്ത്രിയുടെ തണലിൽ ഇരുന്ന് ആർക്കും സമരത്തിന്റെ ക്ലാസുകൾ എടുക്കാൻ കഴിയില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിനെല്ലാം മറുപടി നൽകും. രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ഈ വാക്കുകൾ CPM-ന്റെ ധാർഷ്ട്യത്തിനുള്ള വലിയൊരു പ്രഹരമാണ്.